ഇതിപ്പോ ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ, ഒരു 7-7:30 ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നാളേക്ക് പലഹാരത്തിനുള്ള അരി അരയ്ക്കാൻ പോവാണ്. അപ്പൊ ഇത് വെള്ളയപ്പാണ് കേട്ടോ നാളെ ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പച്ചരി ഞാൻ വെള്ളത്തിലിട്ടാണ്. ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിഞ്ഞിട്ടൊക്കെ 2 മണിക്കൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാ ഈ ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതളവ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ അതിന് തന്നെ മറ്റതൊക്കെ അളന്നെടുക്കണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിന് 3 ഗ്ലാസ് അരി കുതിർത്തി ഇതാ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ചോറും ഇതിന് തന്നെ 1 ഗ്ലാസ് തേങ്ങയും കൂട്ടിയിട്ട് മിനുസായിട്ട് അരച്ചെടുക്കാൻ കേട്ടോ ചെയ്യണം. അപ്പൊ ഞാൻ ഇതിന് വേറെ പല റെസിപ്പി ഞാൻ നോക്കിയിട്ടുണ്ട്, പലരും ചെയ്ത് നോക്കി കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്കൊന്നും അങ്ങനെ ശരിയായിട്ടില്ല. പക്ഷെ ഇതുപോലെ അരയ്ക്കുമ്പോൾ നല്ല വെള്ളയപ്പായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പൊ അതാ 1 ഗ്ലാസ് തേങ്ങ കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണേ. പിന്നെ 1 ഗ്ലാസ് ചോറും. ഏത് അരിയായാലും കുഴപ്പമില്ല കേട്ടോ, ഏത് അരിയായാലും ചോറായാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ മിക്സിയിലാണ് കേട്ടോ അരയ്ക്കുന്നത്. ഗ്രൈൻഡറിലും വേണമെങ്കിൽ അരയ്ക്കാം, ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിനുസായിട്ട് അരച്ചെടുക്കാം. 1 ട്രിപ്പ് അരച്ചെടുത്തു കേട്ടോ. ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ അതിൻ്റെതാ, ഇത്ര വെള്ളത്തിലാണ് ഞാൻ അരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്നിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. 2-3 പ്രാവശ്യം അരച്ചതല്ലേ ട്രിപ്പായിട്ട്, അപ്പൊ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇനി ഇത് അടച്ചു വെക്കുക. ഇനി ഇതിലൊന്നും ഇപ്പൊ ഒന്നും ചേർക്കണ്ട കേട്ടോ, ഇനി നാളെ രാവിലെ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 6:30 ആയിട്ടുണ്ടാവും. അപ്പം തന്നെ മാവിലേക്ക് പൊടിയൊപ്പും കുറച്ച് അപ്പസോഡയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ കേട്ടോ. വേറെ ഒന്നും ചേർക്കണ്ട, പഞ്ചസാരയോ അങ്ങനെ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഒരു 6:30 കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇട്ട് കലക്കി വെക്കുക. കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴേക്കും മാവ് അത്യാവശ്യം പൊങ്ങി വരും കേട്ടോ. അപ്പം ഞാനൊരു 6:30 കഴിഞ്ഞ് കലക്കി വെച്ചു. അപ്പസോഡ നിർബന്ധമാണെങ്കിൽ അപ്പസോഡയും പൊടിയുപ്പും മാത്രം കേട്ടോ. പിന്നെ 6:30 കഴിഞ്ഞ് കലക്കി വെച്ച് 9 മണിയൊക്കെ ആയപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ മാവൊക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അടിപൊളി വെള്ളയപ്പാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയൂ കേട്ടോ. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് കടലക്കറിയോ എന്താ കറികളൊക്കെ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളിവിടെ ചട്നി, ഉള്ളിച്ചമ്മന്തി, പപ്പടം, ഇതാണ് ഞങ്ങളിവിടുത്തെ കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.